തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ലെബനാന് നേരെയുള്ള ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ കനത്ത തിരിച്ചടി നൽകി ഹിസ്ബുള്ള. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തെൽ അവീവിനടുത്തുള്ള ആസ്ഥാനത്തേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി. പേജർ വാക്കി ടോക്കി ആക്രമണങ്ങൾക്കും കമാൻഡർ ഉൾപ്പെടെയുള്ളവരെ കൂട്ടക്കൊല നടത്തിയതിനും പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം. എന്നാൽ സാധാരണക്കാരെ ഒഴിവാക്കി ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെല്ലവീവിനടുത്തുള്ള മൊസാദ് ചാര ഏജൻസി ആസ്ഥാനം ലക്ഷ്യമിട്ട് ബുധനാഴ്ചയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണമുണ്ടായത്. നേതാക്കളെ കൊലപ്പെടുത്തിയതിനും അംഗങ്ങൾ ഉപയോഗിച്ച ആശയവിനിമയ ഉപകരണങ്ങളിൽ സ്ഫോടനം നടത്തിയതിനുമുള്ള തിരിച്ചടിയാണെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഇതോടെ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമായി. ഈലാത്ത്, ഗോലാൻ കുന്നുകളിലും ഹിസ്ബുള്ള പോരാളികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. ഗാദർ-1 ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. ലെബനിൽ നിന്ന് ആദ്യമായാണ് ഒരു പ്രൊജക്ടൈൽ മധ്യ ഇസ്രായേലിലെത്തുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. കഴിഞ്ഞ മാസം തെൽ അവീവിന് സമീപമുള്ള ഒരു രഹസ്യാന്വേഷണ കേന്ദ്രത്തെ വ്യോമാക്രമണത്തിൽ ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. തെൽ അവീവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമണം തടഞ്ഞെന്നും ആളപായമില്ലെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. സാമ്പത്തിക തലസ്ഥാനമായ തെൽ അവീവിൽ കൂട്ട സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. നെതന്യ നഗരം ഉൾപ്പെടെ മധ്യ ഇസ്രായേലിലെ മറ്റ് പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഇതേസമയം തന്നെ സിറിയയിൽ നിന്നെത്തിയ ഡ്രോൺ ഗലീലി കടലിന് തെക്ക് ഫൈറ്റർ ജെറ്റുകൾ തടഞ്ഞതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ചൊവ്വാഴ്ച ബെയ്റൂത്തിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് സേനയുടെ മുതിർന്ന തലവനായ കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടിരുന്നു. ഗസ യുദ്ധത്തിന് സമാന്തരമായി ഏകദേശം ഒരു വർഷം മുമ്പ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന നിരവധി പ്രധാന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. തിങ്കളാഴ്ച രാവിലെ മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 50 കുട്ടികൾ ഉൾപ്പെടെ 569 പേർ കൊല്ലപ്പെടുകയും 1835 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് അൽ ജസീറ മുബാഷർ ടിവിയോട് പറഞ്ഞു. സംഘർഷം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ കൗൺസിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഫ്രാൻസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് അടിയന്തര യോഗം ചേരുന്നത്. ലെബനനെ മറ്റൊരു ഗസയായി മാറ്റാൻ കഴിയില്ലെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ലെബനനിൽ 1.5 ലക്ഷം പേർ പലായനം ചെയ്തതായി ലെബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബൗ ഹബീബ് പറഞ്ഞു. 2 ദിവസങ്ങളിൽ ലെബനൻ പ്രധാനമന്ത്രി US ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ ലെബനനിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ സ്കൂളിലും മറ്റും കെട്ടിടങ്ങളിലും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാവുന്നതുവരെ റോക്കറ്റ് ആക്രമണം തുടരുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. ഇതിനിടെ ഗസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ ഇസ്രായേൽ വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റി. ഹിസ്ബുള്ളയുടെ പക്കൽ ഏകദേശം 1.5 ലക്ഷം റോക്കറ്റുകളും മിസൈലുകളും ഉണ്ടെന്നാണ് നിഗമനം. ഇവയിൽ ചിലത് ഇസ്രായേലിൽ എവിടെയും ആക്രമിക്കാൻ ശേഷിയുള്ളവയാണ്. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം 9,000 റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച ഹിസ്ബുള്ള 150 റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.